അതെ, നല്ല രീതിയിൽ ഇംഗ്ലീഷ് സംസാരിക്കാനാണ് നിങ്ങൾ ഉദ്ദേശിച്ചെങ്കിൽ ജോയിൻ വിത്ത് us. സ്പീക്കർ അക്കാദമി, തിരുവില്ലാമല റോഡ്, പയ്യന്നൂർ. കഠിനം വേണ്ട, നിരന്തരമായിട്ടുള്ള പരിശ്രമം മാത്രം മതി. യെസ്, നൗ യു ക്യാൻ സ്പീക്ക് ഇംഗ്ലീഷ് വെരി വെൽ. ഇറ്റ് ഈസ് മൈ ഗ്യാരണ്ടി. വി ഓഫർ കോൺഫിഡൻസ് ബിൽഡിംഗ്, interview skills training, leadership development, and much more to help you speak English fluently and confidently. Our contact number 9497585692. Welcome to all. Bye. ഡാൻ ഫൗണ്ടേഷന്റെ ആഭിമുഖ്യത്തിൽ പച്ചക്കറി കവുങ്ങ് കൃഷിയിലെ രോഗകീട നിയന്ത്രണത്തെക്കുറിച്ചുള്ള ഏകദിന പരിശീലന പരിപാടി സംഘടിപ്പിച്ചു. ഡാൻ ഫൗണ്ടേഷന്റെ ആഭിമുഖ്യത്തിൽ പച്ചക്കറി കവുങ്ങ് കൃഷിയിലെ രോഗകീട നിയന്ത്രണത്തെക്കുറിച്ച് ഏകദിന പരിശീലന പരിപാടി സംഘടിപ്പിച്ചു. ചേലക്കര ഹോട്ടൽ അരമനയിൽ നടന്ന ചടങ്ങിൽ നൂതന ജൈവ കൃഷി രീതികളെക്കുറിച്ച് കർഷകർക്ക് വിദഗ്ധ പരിശീലനം നൽകി. പഞ്ചായത്ത് പ്രസിഡന്റ് ഗോപാലകൃഷ്ണൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഇത്രയധികം ബുദ്ധിമുട്ടി കഷ്ടപ്പെട്ട് നമ്മൾ കൃഷി ചെയ്ത് അത് ഉൽപ്പാദിപ്പിച്ച് വിളവെടുത്താൽ അതിന് വലിയ കോമ്പറ്റീഷനാണ്. കാരണം അതിൻ്റേതായിട്ടുള്ള വില കിട്ടാതെ. അപ്പോൾ ഇതിൻ്റെ ഇടനിലക്കാരാണ് ഏറ്റവും കൂടുതൽ കർഷകരെ വഞ്ചിക്കുന്നത്. ഇന്ന് പച്ചക്കറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സ്വയം നമുക്ക് ആവശ്യത്തിനുള്ള പച്ചക്കറി പോലും ഇന്ന് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നില്ല. കാരണം ഇന്നും നമ്മുടെ വീടുകളിൽ വിവാഹം ഉണ്ടായാൽ വലിയൊരു സദ്യ നടത്തണമെങ്കിൽ പാലക്കാട്ടിൽ നിന്നും വരുന്ന ലോറി കാത്തു നിൽക്കേണ്ട ഒരു ഗതികേടാണ് മലയാളി. അങ്ങനെ വരുന്ന ലോറിയിൽ വരുന്ന വിഷാംശമുള്ള പച്ചക്കറിയാണ് വരുന്നത് എന്ന് അറിഞ്ഞുകൊണ്ട് നമ്മൾ ചിലപ്പോൾ ചെയ്യും ചൂടുവെള്ളത്തിലൊക്കെ ഇട്ട് കഴുകി അല്ലമ്മേ. ഡാൻ ഫൗണ്ടേഷൻ കേരള റീജിയണൽ കോർഡിനേറ്റർ വിഷ്ണു വി കെ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. അപ്പൊ ഇന്നത്തെ ട്രെയിനിങ്ങിന്റെ വിഷയം എന്ന് പറയുന്നത് നമ്മുടെ പച്ചക്കറികൾ, അതുപോലെ തന്നെ കവുങ്ങ്, തെങ്ങ്, എന്തിലുള്ള കീടങ്ങളാലുള്ള അസുഖങ്ങളെ കുറിച്ചിട്ടുള്ള ട്രെയിനിങ് തരാനാണ്. നമ്മൾ ഇതിനു മുമ്പ് പല രീതിയിലുള്ള ട്രെയിനിങ്ങുകൾ നൽകിയിട്ടുണ്ട്. ഓർഗാനിക് ജൈവ കൃഷിയെ കുറിച്ച് ട്രെയിനിങ് നടത്തിയിട്ടുണ്ട്. അതുപോലെ മൂലകങ്ങൾ, മണ്ണിന്റെ മൂലകങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ വളത്തിന്റെ അഭാവം കൊണ്ട് ചെടിക്കുണ്ടാകുന്ന ദോഷത്തെ കുറിച്ചുള്ള ട്രെയിനിങ് ഉണ്ട്. ഇത് വേറൊരു ട്രെയിനിങ് ആണ്, കീടങ്ങൾ. നമുക്ക് കേരളത്തിൽ ഇതിനെ കുറിച്ച് ക്ലാസ് എടുക്കാൻ ഏറ്റവും കറക്റ്റായിട്ടുള്ള ആൾ തന്നെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഈ ചെടികളുടെ പ്ലാന്റ് പാത്തോളജി എന്ന് പറയും. ഈ ഒരു വിഭാഗത്തിന് പ്ലാന്റ് പാത്തോളജി എന്നാണ് ഇതിനെ പറയുന്നത്. നമ്മുടെ കീടങ്ങൾ ആയിട്ട് ഏതൊരു സസ്യത്തിനും ഏതൊരു ഇതിനും ഉണ്ടാകുന്ന കാര്യത്തെക്കുറിച്ച് വിശദമായിട്ട് മാഡത്തിന് ക്ലാസ് എടുത്ത് തരും. മാഡം ഇതുവരേക്കും ഏകദേശം 30ഓളം പ്രബന്ധങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഈ സസ്യത്തിന്റെ കീടങ്ങളെ കുറിച്ചിട്ട് 30ഓളം പ്രബന്ധങ്ങൾ മാഡം ഇതുവരെയായിട്ട് രചിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ 300ഓളം ട്രെയിനിങ്ങുകൾ, പല ട്രെയിനിങ് പ്രോഗ്രാമുകൾ നടത്തിയിട്ടുണ്ട്. 12 വർഷമായിട്ട് നമ്മുടെ വെള്ളാനിക്കര സർവകലാശാലയിൽ, കാർഷിക സർവകലാശാലയിൽ അസിസ്റ്റന്റ് പ്രൊഫസറായിട്ടാണ് ജോലി ചെയ്ത് വരുന്നത്. അപ്പം മാഡത്തോട് നിങ്ങളുടെ എന്ത് സംശയങ്ങളും, നമ്മുടെ പച്ചക്കറി ആയിക്കോട്ടെ, നെല്ലായിക്കോട്ടെ, കവുങ്ങ്, തെങ്ങ് തുടങ്ങി ഉള്ള എല്ലാത്തിനെയും കുറിച്ചിട്ടുള്ള കീടങ്ങളാൽ കേരള കാർഷിക സർവകലാശാല അസിസ്റ്റന്റ് പ്രൊഫസർ രശ്മി ക്ലാസുകൾക്ക് നേതൃത്വം നൽകി. എന്റെ ട്രെയിനിങ്ങിലേക്ക് കടക്കാം. ഇപ്പൊ മെയിനായിട്ട് എന്നോട് പറഞ്ഞിട്ടുള്ളത് പച്ചക്കറി, കവുങ്ങ്, പിന്നെ കുറച്ച് വാഴ ഒക്കെയാണ്. പിന്നെ തെങ്ങ്, എനിക്ക് എന്താ വേണമെങ്കിൽ ഒക്കെ അപ്പം സമയത്തിനനുസരിച്ച് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഞാൻ ശരിക്കും കീടങ്ങളുടെ എക്സ്പേർട്ടല്ല. ഞാൻ പഠിച്ചിട്ടുള്ളത് രോഗങ്ങളെ കുറിച്ചിട്ടാണ്. പക്ഷെ എന്നാലും എനിക്കറിയാവുന്ന പോലെ ഞാൻ കീടങ്ങളുടെ കാര്യം പറഞ്ഞുതരാം. ഇപ്പോൾ ഫോട്ടോ കാണിച്ച് പറയുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ ക്ലിയർ ആവും. പച്ചക്കറി വിളകളിലെ രോഗങ്ങളും കീടങ്ങളും നിയന്ത്രണ മാർഗങ്ങളും ആദ്യമായിട്ടുള്ള ക്ലാസ് അതിനെ കുറിച്ചിട്ടാണ്. അപ്പം അതിൽ ഓരോ വിളകളുടെ അടിസ്ഥാനത്തിലാണ് ഞാൻ PPT ഉണ്ടാക്കിയിരിക്കുന്നത്. ആദ്യം പയറുള്ള രോഗങ്ങൾ നോക്കാം. പച്ചക്കറി കൃഷിയിലെ കേടുശല്യം, കവുങ്ങിലെ രോഗബാധകൾ എന്നിവയ്ക്ക് ജൈവരീതിയിലുള്ള പ്രതിരോധ മാർഗങ്ങളെക്കുറിച്ച് അവർ വിശദീകരിച്ചു. ഡാൻ ഫൗണ്ടേഷൻ അസോസിയേറ്റ് ഹരിദാസ് ടി സ്വാഗതവും പവിത്ര നന്ദിയും രേഖപ്പെടുത്തി. കർഷകരുടെ സംശയ നിവാരണത്തിനായി പ്രത്യേക സെക്ഷനും പരിപാടിയുടെ ഭാഗമായി സംഘടിപ്പിച്ചു. CCV ന്യൂസ്, ചേലക്കര.